ഹലോ. റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ പ്രണയം ജീവിതകാലം മുഴുവൻ കൂടെ കാണും, അല്ലെങ്കിൽ ഒരു പ്രശ്നം വരുമ്പം താങ്ങാവും തണലാവും എന്ന് നമ്മൾ ആഗ്രഹിച്ച് കൊണ്ട് നടന്ന ഒരാള് പെട്ടെന്നൊരു ദിവസം നമ്മളെ വേണ്ട എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ എന്തേലൊക്കെ സിറ്റുവേഷൻസ് കാരണം തകർന്ന് ആ ബന്ധം രണ്ടായി പോകുമ്പോൾ ഉണ്ടാവുന്ന മാനസികാവസ്ഥ അല്ലെങ്കിൽ പെയിൻ, അത് അനുഭവിച്ച ആൾക്കാർക്ക് മനസ്സിലാവും. വർഷ, ഐഡിയ സ്റ്റാർ സിംഗറിന്റെ അവതാരിക, വെറും വർഷ എന്ന വർഷ ന്യൂ ഇയറിന്റെ അന്ന് ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലെ ചില കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. എനിക്ക് ഉറപ്പാണ് ബാക്കിയുള്ള ആൾക്കാരുടെ വിഷൻ ബോർഡിന്റെയും പേഷ്യന്റെ നിന്ന് മുന്തിരിങ്ങ കഴിക്കുന്നതിന്റെയും മാനിഫെസ്റ്റേഷന്റെയും അഫർമേഷൻസിന്റെയും 2025 നേട്ടങ്ങളുടെ ഫോട്ടോസിന്റെയും മറ്റു റീൽസിന്റെയും ഒക്കെ ഓരോ സാധനങ്ങൾ കണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. എന്നാൽ പിന്നെ നമുക്ക് ഒരു റിയാലിറ്റി ചെക്ക് നടത്തിയാലോ? 2025 ഒരു വേറെ തന്നെ ഒരു വർഷമായിരുന്നു. ഈ വർഷം ഞാൻ ഒരു BMW സ്വന്തമായിട്ട് മേടിച്ച വർഷമാണ്. അതേ വർഷം തന്നെ എന്റെ റിലേഷൻഷിപ്പ് പൊട്ടി പാളീസായി നഷ്ടപ്പെട്ട് ബാക്ക് ടു സീറോ ആയ വർഷം. മലയാളത്തിൽ തന്നെ ഏറ്റവും ടോപ്പ് ടെലിവിഷൻ ഷോയില് വീണ്ടും ആങ്കർ ആയിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വർഷമാണ്. ഈ വർഷം തന്നെയാണ് എന്റെ ലൈഫിൽ ആദ്യത്തെ ആൻസൈറ്റിക്കും പാൽപിറ്റേഷനും പാനിക് അറ്റാക്കിനുള്ള മറ്റു പല മാനസിക അസുഖങ്ങൾക്കുള്ള മരുന്നുകൾ ലിറ്ററലി ഞാൻ കഴിച്ചു തുടങ്ങിയ വർഷം ഈ വർഷം തന്നെ. ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഏൺ ചെയ്തൊരു വർഷമായിരുന്നു. പക്ഷെ ഈ വർഷം തന്നെയാണ് എന്റേതല്ലാത്ത കാരണത്താല്, എന്റെ തെറ്റുകൊണ്ടല്ലാണ്ട് എന്റെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ നഷ്ടപ്പെട്ട് എന്താ പറയുക ലിറ്ററലി ചതിക്കപ്പെട്ട ഒരു വർഷം. ഞാൻ പൊതുവെ അങ്ങനെ ആരുമായിട്ട് അധികം കമ്പയർ ചെയ്യാത്ത ഒരാളാണ്. പക്ഷെ ഈ വർഷമാണ് ഞാൻ എന്നെ മറ്റു പലരുമായിട്ട് കമ്പയർ ചെയ്ത് പണ്ടാറടങ്ങി എനിക്ക് ആഗ്രഹമുള്ള എല്ലാ സാധനങ്ങളും മേടിച്ചൊരു വർഷമാണ്. ഞാനൊരു 4-5 കൺട്രി ട്രാവൽ ചെയ്തിട്ടൊരു വർഷമായിരുന്നു. പക്ഷെ ഇതൊക്കെ മേടിച്ചിട്ട് ഇത്രയും സ്ഥലത്തൊക്കെ പോയിട്ടും തിരിച്ച് ഞാൻ വന്നപ്പോ എന്റെ വീട്ടില് ആരും ഉണ്ടായിരുന്നില്ല. ഒറ്റയ്ക്കായ ഒരു വർഷമായിരുന്നു. എന്താന്ന് വെച്ചാലേ ഇത്രയ്ക്ക് ഒറ്റയ്ക്കാവാനും ഇത്രയ്ക്ക് ഇൻഡിപെൻഡന്റ് ആവാനും ഇത്രയ്ക്ക് സ്ട്രോങ് ആവാനും ഒന്നും സത്യം പറഞ്ഞാൽ എനിക്ക് ആഗ്രഹമില്ല. പക്ഷെ ഞാനിതൊക്കെ ആയി. രാത്രി ആവാൻ വേണ്ടി ഞാൻ കാത്തിരിക്കും. കാരണം എനിക്ക് പെട്ടെന്ന് ഉറങ്ങണം. രാവിലെ ആവണം എനിക്ക് ഇഷ്ടമല്ല. കാരണം എണീറ്റ് കഴിഞ്ഞാൽ അപ്പൊ തുടങ്ങും എനിക്ക് നെഗറ്റീവ് തോട്ട്സ്, എനിക്ക് അപ്പൊ തുടങ്ങും വിഷമങ്ങളും, അപ്പൊ തുടങ്ങും എനിക്ക് പ്രശ്നങ്ങളും, മെന്റലി ഭയങ്കര സ്ട്രെസ് ആവും. അപ്പൊ എനിക്ക് ഉറങ്ങാൻ വേണ്ടി ഞാൻ കൊതിച്ചിട്ടുള്ള ഒരു വർഷമാണ് 2025. മുന്നോട്ട് ഓടുന്നവർക്കേ മാറ്റം ഉണ്ടാവുള്ളൂ. ചായാനൊരു തണലുണ്ടാവുമ്പോ നമുക്ക് ക്ഷീണം ഉണ്ടാവും. പക്ഷെ എനിക്ക് തണലില്ല. അതുകൊണ്ട് ക്ഷീണം ഉണ്ടെങ്കിലും എനിക്ക് മുന്നോട്ട് പോയേ പറ്റൂ. നിങ്ങളുടെ സപ്പോർട്ട് ഇസ് വെരി വെരി ഹ്യൂജ്. കണ്ണ് തുറപ്പിച്ച വർഷം. മറ്റുള്ളവരുടെ ഫോട്ടോസും സ്റ്റോറീസും മാത്രം കണ്ടിട്ട് അവരുടെയൊക്കെ ലൈഫ് എമ്മാരി ലൈഫാണ്, എന്റെ ലൈഫ് എന്തിന്റെ നടിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. റിയൽ ലൈഫും തമ്മിലുള്ള വ്യത്യാസം. നമ്മള് ഒരു ഫോണിലിരുന്ന് ഒരു 3 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 30 സെക്കൻഡോ കാണുന്ന ഒരു ജീവിതം ആയിരിക്കത്തില്ല യഥാർത്ഥത്തിലുള്ള അവരുടെ ജീവിതം. നമ്മളെ എന്ത് കാണണമെന്ന് അവരാഗ്രഹിക്കുന്നു, അതാണ് അവര് ആ 3 മിനിറ്റില് അല്ലെങ്കിൽ 30 സെക്കൻഡില് നമ്മുടെ മുന്നിലോട്ട് ഇട്ടു തരുന്നത്. ഇത് പലരും ഇപ്പോഴും മനസ്സിലാക്കുന്നില്ല. എല്ലാരും വിചാരിച്ചേക്കുന്നത് എന്താണോ നമ്മൾ ആ 3 മിനിറ്റിൽ കാണുന്നത് അല്ലെങ്കിൽ ആ 30 സെക്കൻഡിൽ കാണുന്നത്, അതാണ് അവരുടെ ലൈഫ്. എന്നാൽ അത് അങ്ങനെയല്ല എന്നുള്ള പല ഉദാഹരണങ്ങളും നമ്മുടെ ഫ്രണ്ടിലോട്ട് വന്നിട്ടും ഇപ്പോഴും അത് വിശ്വസിക്കാൻ മടിച്ചിട്ട് ആ റീൽ എന്താണോ അത് വിശ്വസിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്. ഈ 3 മിനിറ്റ് റീല് കണ്ടിട്ട് നമ്മൾ പലരും വിചാരിക്കുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, അവരുടെ ലൈഫൊക്കെ എന്ത് പൊളിയാ, നമ്മളോ ഒന്നിനും കൊള്ളാതെ ഇവിടെ കയ്യിൽ 5 പൈസ ഇല്ലാണ്ടിരിക്കുന്നു. അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ അടുത്ത് എനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, റിയൽ ലൈഫ് അല്ല റിയൽ ലൈഫ്. ഈ 3 മിനിറ്റ് വീഡിയോയ്ക്ക് പിറകില് ഇവര് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ നമ്മളൊന്നും അറിയാറില്ല. അതാണ് യഥാർത്ഥത്തിലുള്ള സത്യങ്ങൾ. ഇപ്പൊ വർഷ ഐഡിയ സ്റ്റാർ സിംഗറിൽ എപ്പോഴും ചിരിച്ച് എല്ലാവരോടും നല്ല ആക്റ്റീവായിട്ട് പെരുമാറുന്ന ഒരാളാണ്. ആളുടെ മനസ്സിൽ ഇത്രയും വലിയ പെയിൻ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഡ്രാമ ഉണ്ടെന്നുള്ളത് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? തോന്നത്തില്ല. കാരണം വർഷ പുറത്തോട്ട് കാണിക്കുന്നത് വർഷയുടെ ഒരു സോഫ്റ്റ് സൈഡ് അല്ലെങ്കിൽ പോസിറ്റീവ് സൈഡാണ്. അതിന്റെ അകത്ത് ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ട് അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ഇങ്ങനെ ഒരു തുറന്നു പറച്ചിൽ വന്നപ്പോഴാണ്. ഒരു പഴഞ്ചൊല്ലല്ല, ബട്ട് ഒരു കാര്യമുണ്ട്. എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിരിക്കുന്ന മുഖങ്ങളുടെ പിറകിൽ കരയുന്ന ഒരു മുഖം ഉണ്ടാവും. അതാണ് ഇവിടെ നമ്മള് ഇപ്പൊ വർഷയുടെ കാര്യത്തിൽ കണ്ടത്. കുറച്ച് നാള് മുന്നേ വർഷ കൊടുത്തൊരു ഇന്റർവ്യൂ ഉണ്ട്, നമുക്ക് അതൊന്ന് കേൾക്കാം. എൻട്രി ആണ് ഒരു വലിയൊരു എൻട്രി ആയിരുന്നു. ആ സമയത്താണ് കറക്റ്റ് അക്ഷയ് ലാൻഡ് ചെയ്യുന്നത്. അക്ഷയുടെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ ആക്ച്വലി വിചാരിക്കുന്നത് അക്ഷയ് കോഴിക്കോടുകാരനാണ് ഞാൻ വിചാരിക്കുന്നത്.
സംസാരിച്ചപ്പോൾ മനസ്സിലായി ട്രിവാൻഡ്രം ആണെന്നുള്ളത്. അപ്പം എന്റെ വീട് മലപ്പുറം ആയതുകൊണ്ട് എന്റെ അച്ഛനും അമ്മയ്ക്കും മാക്സിമം കണ്ണൂർ അല്ലെങ്കിൽ എറണാകുളം അത്രയുള്ള അപ്പുറത്തേക്ക് അവർക്ക് പോകാൻ പറ്റില്ല. എന്റെ അടുത്ത് വേണ്ട വേണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര രസമാണ് എന്നാൽ സംസാരിക്കാൻ ഭയങ്കര കാര്യമായിരുന്നു. അങ്ങനെ ഞാൻ ഇങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലവ് അറേഞ്ച് മാരേജ് ആയിരുന്നു എന്റെ ആക്ച്വലി. ആൻഡ് വാട്ട് ഇസ് ഇറ്റ് ലൈക്ക് ഒരു കാനഡയിൽ വർക്ക് ചെയ്യുന്ന ഭർത്താവും കേരളത്തിൽ മീഡിയയിൽ ജോലി ചെയ്ത് അവിടെ ഇവിടെ എല്ലാം പറന്ന് നടന്ന് പണിയെടുക്കുന്ന വർഷയും എങ്ങനെയാണ് ഇത് മാനുവർ ചെയ്യുന്നത്? ലോങ് ഡിസ്റ്റൻസ് മാരേജ് ഭയങ്കര പ്രശ്നമാണ്. അതായത് എനിക്കറിയാലോ നമ്മളിപ്പോഴും നന്നായിട്ടിരിക്കുന്നതിനേക്കാൾ കൂടുതലും അടിപിടി വഴക്ക് കാര്യങ്ങൾ തന്നെയായിരിക്കും. അത് വേറൊന്നും കൊണ്ടായിരിക്കില്ല, ടൈമിന്റെ ഡിഫറൻസ് ഭയങ്കരമായിട്ടുള്ളത്. കാനഡയിൽ ഇപ്പൊ മിക്കൊന്നും രാവിലെ ആവണുള്ളൂ, അത് രാത്രി എന്നൊന്നും. അപ്പം ഭയങ്കര പ്രശ്നങ്ങളാണ് ആക്ച്വലി. പക്ഷെ നമുക്ക് പോകുന്നുണ്ട് മുന്നോട്ട് എങ്ങനെയൊക്കെ. അല്ല സാധാരണ ഇങ്ങനെയൊക്കെ ഒരു അലയൻസ് വരുമ്പോൾ വീട്ടുകാർ പറയുന്ന ജോലിയെല്ലാം വിട്ടിട്ട് അങ്ങോട്ട് പോയിക്കോളൂ, അവിടെ തന്നെ ജോലി നോക്കി സെറ്റിൽ ആയിക്കോളൂ എന്നൊക്കെയാണ് പറയുന്നത്. സോ ആ ഒരു പ്രഷർ ഒരിക്കലും ഫേസ് ചെയ്തിട്ടില്ല. കാരണം ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് പെൺകുട്ടികളുടെ കാര്യത്തിൽ അവർക്ക് എത്ര നല്ല ജോലിയാണെങ്കിലും എത്ര നല്ല വരുമാനമാണെങ്കിൽ തന്നെ കല്യാണം കഴിച്ച ഹസ്ബൻഡ് വേറെ ഏതെങ്കിലും പുറത്തുള്ള ഒരു നാട്ടിലാണെങ്കിൽ ഇതെല്ലാം വിട്ടിട്ട് പോകുന്ന ഒരു ടെൻഡൻസീസ് ഉണ്ട്. അപ്പൊ ആ തരത്തിലുള്ള പ്രഷേഴ്സ് ഫേസ് ചെയ്യുന്ന ഗേൾസിനോട് എന്താ പറയാനുള്ള പക്ഷേ? അതായത് എനിക്കും ഇങ്ങനത്തെ ഒരു സാധനം വന്നിട്ടുണ്ടായിരുന്നു. അതായത് എന്റെ വീട്ടുകാർ പറഞ്ഞിട്ടൊന്നുമല്ല, എന്റെ അക്ഷയ പറഞ്ഞിട്ടില്ല. അതായത് നമ്മൾ കല്യാണം കഴിക്കുന്നില്ല, ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ പിന്നെ അവിടെ ഇവിടെ നിന്ന് കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്റെ പ്ലാൻ പ്രകാരം കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് അക്ഷയ്ക്ക് PR ഉണ്ട്. അപ്പൊ എനിക്ക് കൂടി PR ആയി കഴിഞ്ഞാൽ അങ്ങോട്ട് പോകാനായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ പ്ലാൻ വേറെ ആയിരുന്നു. മൂപ്പർ വിചാരിച്ചു നീ അത്ര പെട്ടെന്ന് കാനഡ പോകണ്ട. എനിക്ക് PR ഇട്ടാൻ ഏകദേശം 1.5 വർഷം തീർത്തു. ആ 1.5 വർഷത്തിലാണ് ഇവിടെ നിന്നിട്ട് എന്റെ കരിയർ മാറിയത്. എനിക്ക് നേരത്തെ കിട്ടുമായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ പോയിട്ടുണ്ടാവുമായിരുന്നു. അതുകൊണ്ട് അതായത് നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആവണം എന്നോ അല്ലെങ്കിൽ അങ്ങനെ ഞാൻ പറയുന്നില്ല. കാരണം ഇത് ഞാൻ പോലും വിചാരിക്കാൻ എനിക്ക് വന്ന പ്ലാനാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇനി എന്റെ കരിയറിൽ ഒരുവിധ കോംപ്രമൈസ് ഇല്ല. അത് എന്റെ അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് കിട്ടുന്നത് ഞാൻ നല്ലൊരു വർക്ക് കഴിഞ്ഞ് വരുമ്പോഴാണ്, എനിക്കത് റിസൾട്ട് ഉണ്ടാകുമ്പോഴാണ്. അത് കഴിഞ്ഞ് വരുമ്പോൾ എന്റെ ഫാമിലി എല്ലാവരും അതാണ് എന്റെ സന്തോഷം. അല്ലാണ്ട് ഈ പറഞ്ഞ ഒന്നും ഇല്ലാണ്ട് വെറുതെ വീട്ടിലിരുന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എന്റെ ഫാമിലിനെ നോക്കുന്ന ഒരു ഹാപ്പി ആയിട്ട് ഒരാളായിരിക്കില്ല. എനിക്കറിയാം ഇന്ന് ഞാൻ ഏൺ ചെയ്യുന്നതിന്റെ വില എന്താണ്, അല്ലെങ്കിൽ എന്റെ കരിയറിന്റെ വില എന്താണെന്നുള്ളത്. അപ്പം ഇത് എന്റെ പേഴ്സണൽ ചോയ്സ് ആണ്. പക്ഷെ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല ഒരാളുടെ അടുത്ത്. അതായത് നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് പോകണമെന്നോ അല്ലെങ്കിൽ പോകണ്ടെന്ന് പറയാൻ പറ്റില്ല. അവർക്ക് ഓരോ സാഹചര്യമാണ്. അപ്പം അവനവന്റെ ടേക്കാണ് എന്ത് ചെയ്യണം എന്നുള്ളത്. ഇത് മുൻപ് വർഷ കൊടുത്ത ഒരു ഇന്റർവ്യൂ ആണ്. ഇവിടെ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് ഒരു പെയിൻഫുൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. എവിടെയോ നിൽക്കുന്ന ഒരാൾക്കാർ, പ്രത്യേകിച്ച് 2 രാജ്യത്ത് നിൽക്കുന്ന ആൾക്കാര്, 2 ഡിഫറെന്റ് ടൈമിങ്ങിൽ നിൽക്കുന്ന ആൾക്കാര്, അവർക്ക് സംസാരിക്കാനുള്ള സമയം അല്ലെങ്കിൽ അതിനെടുക്കേണ്ട എഫേർട്ട് അത് കുറച്ചൊന്നും ആയിരിക്കത്തില്ല. നല്ല എഫേർട്ട് എടുത്തിട്ട് വേണം അവർക്ക് ഒന്ന് സംസാരിക്കാനുള്ള സമയം പോലും കണ്ടെത്താൻ വേണ്ടിയിട്ട്. കാരണം ടൈം ഡിഫറൻസ് കുറച്ചൊന്നും ആയിരിക്കത്തില്ല. പിന്നെ വർഷം ഒരുപാട് തിരക്കുള്ള ആളാണ്, ഹസ്ബൻഡ് ആണെങ്കിലും തിരക്കുള്ള ആളായിരിക്കും. സോ പ്രത്യേകിച്ച് അവർക്ക് അവരുടെ ടൈമിങ് ഭയങ്കര ഹാർഡായിട്ടുള്ള ഒരു ടൈമിങ് ആയിരിക്കും. അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പ് അത് തകരുമ്പോൾ ഉണ്ടാവുന്ന ആൻസൈറ്റി, അതിന്റെ പിറകെ വരുന്ന ഡിപ്രഷൻ, അത് ആൾക്കാരോട് പറയാൻ പറ്റാതെ ഉള്ളിൽ ഒതുക്കി നടക്കുന്നതിന്റെ ഒരു പെയിൻ. കാരണം നമ്മൾ അത്രയും സിൻസിയർ ആയിട്ട് സ്നേഹിച്ചു കൊണ്ടുപോയ ഒരാള് പെട്ടെന്നൊരു ദിവസം ആ ബന്ധം ഇല്ലാണ്ടായി എന്നുള്ള ഒരു പെയിൻ ഉണ്ടല്ലോ, അത് ഉൾക്കൊള്ളാൻ ഭയങ്കര പാടായിരിക്കും. അത് എത്ര നാളെടുത്തിട്ടാണ് ഇല്ലാണ്ടാവുന്നതെന്നുള്ളത് അത് ആ അനുഭവിച്ച ആൾക്കാർക്ക് അറിയാം. ചിലപ്പോ ഡിപ്രഷൻ എന്ന് പറയുന്നത് ചില ആൾക്കാർ പറയുന്നത് കേൾക്കാറുണ്ട്, എനിക്ക് ഡിപ്രഷൻ ആണ്. പക്ഷെ ആ ഡിപ്രഷൻ എന്ന് പറയുന്ന സാധനം അത് അനുഭവിച്ചവർക്ക് മനസ്സിലാവും എന്താണ് ഡിപ്രഷൻ എന്നുള്ളത്. ഒരേ സമയം ഒരു മനുഷ്യന്റെ മനസ്സിലോട്ട് വരുന്ന പല പല ചിന്തകളുണ്ട്. ജീവിക്കണോ, മരിക്കണോ, അല്ല ഇനിയിപ്പോ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യണോ എന്നറിയാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. ആ സിറ്റുവേഷനിൽ അതില്ലാതാക്കാൻ വേണ്ടിയിട്ട് അതിന്റെ പിറകെ കഴിക്കുന്ന ടാബ്ലറ്റ്സ്, അതിന്റെ ആ ടാബ്ലറ്റിന്റെ എഫക്റ്റ്, ഇതൊക്കെ ഇത് യൂസ് ചെയ്ത ആൾക്കാർക്ക് അല്ലെങ്കിൽ അത് അറിഞ്ഞ ആൾക്കാർക്ക് അറിയും എത്ര മാത്രമാണ് പെയിൻ. അതിന്റെ കൂടെ നമ്മൾ കടന്നു പോകുന്ന സിറ്റുവേഷൻ പുറത്തുള്ള ആൾക്കാരെ കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എടുക്കേണ്ട എഫേർട്ട്, ഇതൊന്നും നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല. ഭയങ്കര ഹാർഡായിട്ടുള്ള ഒരു സിറ്റുവേഷൻ തന്നെയാണത്. ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് വർഷ കടന്നു പോകുന്നതോ അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്നതോ. എത്രയും പെട്ടെന്ന് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ ആശംസിക്കാൻ വേണ്ടി മാത്രമേ എനിക്കിപ്പോ പറ്റത്തുള്ളൂ. അപ്പോ ഓൾ ദ ബെസ്റ്റ്. ശരി എന്നാ.